പ്രിയപ്പെട്ട സഖാക്കളെ, യുവജന പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ അലിഞ്ഞു ചേർന്നതാണ്. യുവജന സംഘടനയുടെ യൂണിറ്റ് സെക്രട്ടറിയായി യുവജന സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഈ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിക്കാനും പുതിയ പുതിയ അനുഭവങ്ങൾ പിന്നീട് മന്ത്രി ഉൾപ്പെടെയുള്ള ചുമതല വഹിക്കുന്ന ഘട്ടത്തിൽ ഏറെ ഗുണകരമായി. ഇന്നിവിടെ നിങ്ങൾ ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം നിർവഹിച്ചിരിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയത്തിന് വേണ്ടി നിങ്ങളെല്ലാവരും വലിയ നിലയിൽ ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ഇതൊരു പ്രഖ്യാപനമാണ്. കേരളത്തിൻ്റെ മണ്ണ് മതവർഗീയ ശക്തികൾക്ക് വിട്ടുകൊടുക്കില്ല എന്നുള്ള പ്രഖ്യാപനമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഇവിടെ ഇന്നലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാ വന്നിരുന്നു. ബേപ്പൂരിൽ റോഡ് ഷോ ആയിട്ടാണ് വന്നത്. ഇന്ത്യയിൽ സെക്യുലറിസം മുറുകെ പിടിക്കുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയെ പിച്ചിച്ചീന്തി പൗരത്വ നിയമം ഉൾപ്പെടെ നടപ്പിലാക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്ന അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ ഈ ബേപ്പൂരിൻ്റെ മണ്ണിൽ വരുമ്പോൾ ഒരേ ഒരു കാര്യം മാത്രമേ ചൂണ്ടിക്കാട്ടാനുള്ളൂ. ഇന്ത്യയിൽ ആദ്യമായ ഒരു സംസ്ഥാനം പൗരത്വ നിയമ രജിസ്റ്റർ നടപ്പിലാക്കില്ല എന്ന വിജ്ഞാപനമിറക്കിയ സംസ്ഥാനം അത് ഇടതുപക്ഷം ഭരിക്കുന്ന കേരളമാണ് എന്ന് വളരെ അഭിമാനത്തോടുകൂടി പറയാൻ വേണ്ടി സാധിക്കുന്ന കാര്യമാണ്. ഇന്ത്യയിൽ ഒരേ ഒരു സംസ്ഥാനം മലയാളിക്ക് എന്ത് നിയമം വന്നാലും ഈ മണ്ണിൽ നിന്നും പോകാൻ അനുവദിക്കില്ല എന്നുള്ളതിന് പരിചയമായി ഉയർത്തിയ നേറ്റിവിറ്റി കാർഡ് പ്രഖ്യാപിച്ച മുഖ്യമന്ത്രിയുടെ പേര് സഖാവ് പിണറായി വിജയനാണെന്ന് സാധിക്കും. അതാണ് ഇടതുപക്ഷം, അതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. മതനിരപേക്ഷത, മതവർഗീയതക്കെതിരെയുള്ള നിലപാട് അത് കേവലം വാചക കസർത്തല്ല. LDFിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ജീവൻ ഉൾപ്പെടെ നഷ്ടപ്പെട്ടാലും മതവർഗീയതക്കെതിരെയുള്ള പോരാട്ടം ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. ആ നിലപാട് മുറുകെ പിടിച്ചുകൊണ്ടാണ് LDF ഗവൺമെന്റും LDFും മുന്നോട്ട് പോകുന്നത്. യുവജന പ്രസ്ഥാനം, ഇടതുപക്ഷ യുവജന പ്രസ്ഥാനം ഒട്ടേറെ പോരാട്ടങ്ങളിലൂടെ മുന്നോട്ട് പോയ ചരിത്ര പാരമ്പര്യമുള്ള പ്രസ്ഥാനമാണ്. ഈ ബേപ്പൂരിൻ്റെ മണ്ണിലും അത്തരം പോരാട്ടങ്ങൾ നിരവധി നടന്നിട്ടുണ്ട്. ആ പോരാളികളുടെ പിൻഗാമികളാണ് നിങ്ങൾ. തീർച്ചയായും 2021 LDFിന് ബേപ്പൂർ നിയോജക മണ്ഡലം ഉണ്ടായതിനു ശേഷമുള്ള ഏറ്റവും വലിയ സർവകാല റെക്കോർഡ് വോട്ടാണ് കിട്ടിയത്. 82,000 വോട്ട്. 2026 വോട്ടെണ്ണുമ്പോൾ 82,000 എന്ന സർവകാല റെക്കോർഡ് മറികടന്നുകൊണ്ട് LDF മുന്നോട്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം. ഇനിയുള്ള ചുരുങ്ങിയ ദിവസം നിങ്ങളുടെ എല്ലാ ബന്ധങ്ങളും നമ്മുടെ ചിഹ്നമായ ചുറ്റിക അരിവാള നക്ഷത്രത്തിന് വോട്ടാക്കി മാറ്റാൻ ഇടപെടണം. ആ നിലയിൽ മുന്നോട്ട് പോകണം. അങ്ങനെ നമുക്ക് ഒരുമിച്ച് ഈ പോരാട്ടവുമായി മുന്നോട്ട് പോകാം എന്ന് മാത്രം ചൂണ്ടിക്കാട്ടുന്നു. മറ്റ് കാര്യങ്ങളിലേക്ക് ഒന്നും കിടക്കാതെ ഈ ഉജ്ജ്വല റാലി ഒരു പ്രഖ്യാപനമാണ്. ബേപ്പൂർ തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. രാഷ്ട്രീയ വിശ്വാസ്യത മുറുകെ പിടിച്ചുകൊണ്ട് ബേപ്പൂർ തയ്യാറെടുത്തു കഴിഞ്ഞിരിക്കുന്നു. ബേപ്പൂർ ചരിത്ര പോരാട്ടത്തിൽ ഉജ്ജ്വല വിജയം നേടി മുന്നോട്ട് പോകുമെന്നുള്ള പ്രഖ്യാപനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പോരാളികളായി നിങ്ങൾ നടത്തിയിട്ടുള്ളത്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നമുക്കെല്ലാവരുടെ വോട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ലഭിക്കും. രാഷ്ട്രീയ വിശ്വാസ്യതയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന എല്ലാവരുടെയും വോട്ട്, അതാണ് നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടി ഇനിയുള്ള ചുരുങ്ങിയ സമയം നിങ്ങളുടെ പ്രദേശങ്ങളിൽ ഇടപെടണമെന്ന് മാത്രം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ പോരാട്ടത്തിന്റെ കരുത്തായി നിങ്ങളുടെ ഈ റാലി മാറി, ഈ പോരാട്ടത്തിന്റെ ഊർജമായി നിങ്ങളുടെ ഈ റാലി മാറി. ഒരു യുവജന പ്രസ്ഥാനത്തിന്റെ പഴയകാല പ്രവർത്തകരെന്നുള്ളവരെ നിങ്ങളെ ഓർത്ത് ഞാൻ അഭിമാനിക്കുകയാണ് എന്ന് ചൂണ്ടിക്കാട്ടുന്നു. ഒരു യുവജന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരെന്നുള്ളവരെ ഏറെ ആവേശമാണ് ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ നിങ്ങളുടെ ഉജ്ജ്വല പങ്കാളിത്തം എനിക്ക് നൽകിയിട്ടുള്ളത് എന്നുള്ളത് കൂടി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നിർത്തുകയാണ്. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ.